നിങ്ങൾക്ക് എന്ത് പരിചയസമ്പന്നതയാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഏറ്റവും അധികം സോഹ്റാൻ മംദാനി ഇതിനു മുമ്പുള്ള ഡിബേറ്റുകളിലെല്ലാം നേരിട്ടത്. ആ ഡിബേറ്റുകളിലെല്ലാം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് അവിടുത്തെ ടാക്സി തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതും അവർക്ക് വേണ്ടി വലിയ ഫണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ നേട്ടമായി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ വീഡിയോകൾ ഏത് കണ്ടാലും നമുക്കറിയാം, പ്രധാനമായും അവിടെ നേരിട്ട് കാണുന്ന ന്യൂയോർക്കിലെ ഒരു തൊഴിലാളി എന്ന് പറയുന്നത് ടാക്സി തൊഴിലാളികളാണ്, ഡ്രൈവർമാരാണ്. അവരുടെ സ്വന്തം നേതാവ് എന്ന പ്രതിച്ഛായയിലേക്ക് സോഹ്റാൻ മംദാനി എത്തി. അവിടെ ഇതത്ര എളുപ്പമൊന്നുമല്ല. ഇത് വലിയ മാറ്റം അമേരിക്കയിൽ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ വലിയ ചർച്ചയുണ്ടാക്കി. അതുകൊണ്ടാണ് വൈറ്റ് ഹൗസ് പറഞ്ഞത് ഇപ്പോഴും പ്രസിഡന്റ് ട്രംപ് തന്നെയാണ്. കാരണം ഒരു പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് പോലെയാണ് ഒരു ന്യൂയോർക്കിലെ മേയറുടെ തെരഞ്ഞെടുപ്പിനെ അമേരിക്ക മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതോ അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യുന്നത് എന്നുള്ളതോ അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് തന്നെയാണ് ഒരാൾ ഈ പറയുന്ന 40% മേൽ വോട്ട് നേടിയിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. കാരണം അവിടെ ഡെമോക്രാറ്റുകൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് ന്യൂയോർക്ക് സിറ്റി. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 6:1 ആണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി തന്നെ ട്രംപിൻ്റെ പിന്തുണയോടെ അസ്വാഭാവികമായി ഇതുവരെ അമേരിക്ക കാണാത്ത പല കാഴ്ചകളിലൂടെയും കടന്നുപോയി ആ വോട്ടുകളൊക്കെ നേടിയത്. എന്നിട്ട് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹം ഉന്നമിട്ടവരിലേക്ക്, നേരത്തെ ബില്ല് പറഞ്ഞതുപോലെ അദ്ദേഹം ഉന്നമിട്ടവരിലേക്ക് എത്താൻ സോഹ്റാൻ മംദാനിക്ക് കഴിഞ്ഞു. ചെറുപ്പക്കാരിലേക്ക്, യുവാക്കളിലേക്ക്, സാധാരണക്കാരിലേക്ക്. 2024 1% അദ്ദേഹത്തിൻ്റെ പിന്തുണയും ജയസാധ്യതയും. അവിടെ നിന്നാണ് അദ്ദേഹം 50% മേൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് 50% മേൽ വോട്ട് നേടിക്കൊണ്ട് വിജയത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അത്